ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു ട്രാവൽ വ്ലോഗാണ്. 5 ദിവസത്തെ ഓണാവധിക്ക് ശേഷം ഞങ്ങൾ കട്ടപ്പനയല്ല ഉപ്പ് തിരക്കി തിരിച്ചു പോവാണേ. ചുമ്മാ തോന്നി ഒരു വ്ലോഗ് എടുക്കാമെന്ന് അങ്ങനെ എടുത്തതാണ്. വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. സത്യത്തിൽ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ കുറച്ചിങ്ങോട്ട് പോന്നപ്പോഴാണ് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നേരം വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോന്നു. ഞാനുണ്ട്, ചേച്ചിമോളുണ്ട്, അച്ചമ്മയുണ്ട്, കുഞ്ഞപ്പിയുണ്ട്, പിന്നെ വിഷ്ണു. ഇതാണ് ഞങ്ങളുടെ അമ്പലം, ലാഹ അമ്മൻകോവിൽ ദേവീശക്തി. ഇന്ന് ഞങ്ങൾ പോകുന്നത് പ്ലാപ്പള്ളി വഴിയാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ റൈറ്റ് തിരിഞ്ഞ് പമ്പ റൂട്ടില്ലേ, ശബരിമല റൂട്ട്, ആ റൂട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് ലാഹ ജംഗ്ഷൻ. എപ്പോഴും പ്ലാപ്പള്ളി വഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ചെറിയൊരു ബേക്കറി ഷോപ്പിംഗ് ഒക്കെ ഉള്ളതാണ്. ഇത്തവണ ഒന്നും മേടിക്കുന്നില്ല, അത്യാവശ്യം ബേക്കറികളൊക്കെ കയ്യിലുണ്ട്. അതെന്തിനാണെന്നുള്ളത് വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മളുടെ യാത്ര വനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് പൂങ്കാവനം, ശബരിമല വനമില്ലേ, അതാണ്. കുറച്ച് വെയിലടിക്കുന്നതുകൊണ്ട്, ഗ്ലാസ്സിലോട്ട് വെയിലടിക്കുന്നതുകൊണ്ട് കുറച്ച് വിഷ്വൽ ബ്ലർ ആവുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല കാടായതുകൊണ്ട് പിന്നെ വെയിലൊന്നും അടിക്കാൻ സാധ്യത കുറവാണ്. ഈ റോഡിൻ്റെ ഇടതുവശത്തൊക്കെ ഒരുപാട് ആദിവാസികളുണ്ട്. അവരെല്ലാം കുടിൽ കെട്ടി ഇവിടേക്കാണ് താമസിക്കുന്നത്. നമ്മൾ മിക്കവാറും വരുമ്പോൾ ഇവിടെ എല്ലാം കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരെയും കാണുന്നൊന്നുമില്ല പുറത്തോട്ട്. എന്നാലും നോക്കാം, കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നിടം വരെ അവരുടെ വീടുകളുണ്ട്.
ഇവിടം വരെയാണ് കുടിലുകളുള്ളത്. പിന്നെ ഇനി അങ്ങോട്ട് ഉൾക്കാട്ടിലോട്ടുണ്ടോ എന്നറിയില്ല, കാണുമായിരിക്കാം. പക്ഷേ ഇവിടം വരെ നമുക്ക് കുടിലുകൾ കാണാനായിട്ട് പറ്റും. ഇനി അങ്ങോട്ട് നല്ല വനമാണ്. ചിലപ്പോഴാണെങ്കിൽ ആനയെ കാണാൻ പറ്റും, അറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. പണ്ടൊക്കെയാണെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നിടം വരെ ടെൻഷനാണ്. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ആന കാണുമോ എന്നൊക്കെ പേടിയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം കുറച്ച് വണ്ടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി സീസണല്ലേ, 5 ദിവസം മലയാള മാസം 1 തൊട്ട് 5 വരെ ശബരിമല നട തുറക്കുന്നതുകൊണ്ട് ഈ റോഡിൽ അത്യാവശ്യം വണ്ടികളുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്ലാപ്പള്ളി എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കണമല പാലം വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സ്ഥലമാണ് പഞ്ചാരമണൽ. പഞ്ചാരമണൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഒട്ടും വെയിൽ അടിക്കാത്തൊരു പ്രദേശമാണിത്. ഇവിടേക്ക് എപ്പോഴും ആന ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലായിട്ട് വണ്ടി പോകുന്നത്. എപ്പോൾ വന്നാലും നല്ല തണുപ്പാണ്. പിന്നെ നല്ല ഇരുട്ടുമായിരിക്കും. അങ്ങനെ നമ്മൾ പഞ്ചാരമണലും കടന്ന് തുലാപ്പള്ളിയും കടന്ന് ഈ പാലം കടന്ന് നമ്മൾ ചെല്ലുന്നത് കണമലയിലാണ്. അവിടുന്ന് കോരിത്തോട് വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നല്ല വെയിലാണ്, വെയിലും അതുപോലെ ചൂടും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഓണക്കാലത്ത് ഇതുപോലെ വെയിൽ വരുന്നത്. അവധിക്കാലവും അതുപോലെ തന്നെ 1-ാം തീയതി സീസണൊക്കെ ആയതുകൊണ്ടാണ് റോഡിൽ നല്ല തിരക്കാണ്. പൊതുവേ ഈ റൂട്ടിൽ സീസണായാൽ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ തിരക്ക് ഇന്നും ഉണ്ട്. ഞങ്ങൾ കൂടുതൽ സമയം ഇതുവഴിയാണ് പോകാറ്. ഇതുവഴി പോകുമ്പോൾ മുണ്ടക്കയം ടൗണും എരുമേലിയും ഒന്നും ടച്ച് ചെയ്യാതെ നമുക്ക് പോകാനായിട്ട് പറ്റും. കുറച്ച് എളുപ്പമുള്ള വഴി ഇതായിരുന്നു. ഈ സ്ഥലം കാളകെട്ടിയാട്ടോ. കാളകെട്ടി കഴിഞ്ഞ് കോരിത്തോട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടവഴി കയറി മുണ്ടക്കയം ടൗൺ ടച്ച് ചെയ്യാതെ അങ്ങനെ ഇതാ നമ്മൾ മെയിൻ റോഡ് ചേർന്നിട്ടുണ്ട്. മുണ്ടക്കയം ടൗണിന് ഇപ്പുറത്തായിട്ട് വന്നെത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് പോയാൽ മുണ്ടക്കയം, റൈറ്റ് പോയാൽ കുമളി, മറ്റേ കുട്ടിക്കാനം കുമളി അല്ലെങ്കിൽ കുട്ടിക്കാനം കട്ടപ്പന ആ റൂട്ടാണ്. അപ്പോൾ ബസ് തിരക്കായതുകൊണ്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ കാണുമ്പോൾ കുഞ്ഞിപ്പിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം ഫുഡ് കഴിക്കാനുണ്ട്. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്.
ഈ വഴി പോകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഈ ഒരു ഹോട്ടലിലാണ് കയറാറുള്ളത്. അങ്ങനെ ഹോട്ടലിൽ വന്നു ഇരുന്നു, ഫുഡെല്ലാം ഓർഡർ ചെയ്തു. കുഞ്ഞപ്പിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. കുഞ്ഞപ്പിയും വിഷ്ണുവും ബിരിയാണി കഴിക്കുന്നു. അച്ചമ്മയ്ക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ചേച്ചിമോളും ഞങ്ങൾക്ക് ബിരിയാണി തന്നെ മതിയെന്ന് പറഞ്ഞു അത് തന്നെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം മേടിച്ച് വണ്ടിയിൽ വന്നിട്ട് കഴിച്ച് ഞങ്ങൾ കുറേ ഇങ്ങോട്ട് പോകുന്നിരുന്നു. പെരുവന്താനമൊക്കെ കഴിഞ്ഞു. ഇനി ഒരു വളവും തിരിവും മാത്രമുള്ളൊരു റൂട്ടാണിത്. എനിക്ക് ഈ റൂട്ട് പോകുമ്പോൾ ബസ്സിൽ പോകാനാണ് ഇഷ്ടം. ബസ്സിൽ പോകുമ്പം നമുക്ക് കുറച്ചും കൂടെ ഇടതുവശത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഇടതുവശത്തായിട്ട് നല്ല വ്യൂ ആണ് കാണാനായിട്ട്. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബസ്സിന് തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ആസ്വദിച്ചൊക്കെ കണ്ട് പതുക്കെ പോകാം. നേരത്തെ പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ എങ്ങും നിന്നില്ല, നേരെ പോയി. അങ്ങനെ ഞങ്ങൾ കയറ്റമൊക്കെ കയറി ഞങ്ങളിവിടെ വളഞ്ഞിങ്ങാനത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെള്ളമായിരുന്നു, ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 ദിവസമായിട്ട് നല്ല ഉണക്കായതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാതെ കുഞ്ഞിപ്പിക്ക് പോകാനായിട്ട് പറ്റില്ല. കുഞ്ഞിപ്പിക്ക് എപ്പോൾ വന്നാലും ഇവിടെ ഇറങ്ങണം, കുരങ്ങനെയൊക്കെ കാണണം. അങ്ങനെ മാമിച്ചിയുടെ കൈയും പിടിച്ചിങ്ങനെ നടക്കുവാണ്. വെള്ളം ഒരുപാടാവുമ്പോൾ ഇങ്ങനെ വെള്ളം മേളിൽ നിന്ന് വീഴുന്ന ഫോഴ്സ് കൊണ്ട് നമ്മുടെ ദേഹത്തോട്ട് അതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ തെറിക്കും. നമുക്ക് നല്ല തണുപ്പാണ്. കുഞ്ഞായിക്ക് താഴോട്ട് പോയി കാണണമെന്നും പറഞ്ഞുകൊണ്ട് മാമച്ചീനെ വിളിച്ചുകൊണ്ട് പോവും. അവന് കൂടെ ഞങ്ങളും പോയി. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്നു കുട്ടിക്കാനമായിട്ടുണ്ട്.
അങ്ങനെ കുട്ടിക്കാനം വന്നു, ലെഫ്റ്റ് തിരിഞ്ഞു, ഞങ്ങൾ നേരെ കട്ടപ്പന റൂട്ടിൽ വെച്ച് പിടിക്കുകയാണ്. ഇനി അങ്ങോട്ട് ചപ്പാത്ത് വരെ അപ്പുറവും ഇപ്പുറവും 2 സൈഡിലും ഫുള്ള് തേയിലകളാണ്. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം കടന്ന് ഇങ്ങ് ഏലപ്പാറ എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി ഇടയ്ക്കൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ വെയിൽ കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നേരെ പോവാണ്. ആ കാണുന്നതാണ് ഏലപ്പാറ ടൗണ്. നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏലപ്പാറ ടൗണിലെത്തി. ഏലപ്പാറ കഴിഞ്ഞ് വരുന്ന അടുത്ത സിറ്റി വന്നിട്ട് ചപ്പാത്താണ്. ഇതാണ് ചപ്പാത്ത്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ചപ്പാത്ത് പാലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി റോഡ് പണി ആയതുകൊണ്ട് വണ്ടി കുലുങ്ങിയാണ് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ചപ്പാത്തി കഴിഞ്ഞ് പരപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് ഉപ്പുതറയ്ക്ക്, റൈറ്റ് വന്നിട്ട് കട്ടപ്പന. അങ്ങനെ ഉപ്പുതറ പാലവും കഴിഞ്ഞ് നമ്മൾ ഉപ്പുതറ സിറ്റി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിറ്റി കഴിഞ്ഞ്
വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ്. ഇപ്പം തന്നെ ഒരു 45 മിനിറ്റിനടുത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോഴത്തേക്കും എൻ്റെ മെമ്മറി ഫുള്ളായിട്ട് ഇപ്പോൾ വീഡിയോ ഓഫാകും. കുറേ വിഷ്വലൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴല്ലേ വീഡിയോ എടുത്തത്, അപ്പോൾ ഷെയ്ക്കാവുകയും ബ്ലറാകുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാലും പ്രധാന റൂട്ടും അതുമൊക്കെ കവർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. കുഞ്ഞൊരു കുട്ടി വ്ലോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.